ലവ് ജിഹാദിനെ ചൊല്ലി ഉത്തർപ്രദേശിൽ വീണ്ടും പുതിയ നിയമ ഭേദഗതി. മതപരിവർത്തനത്തിനുള്ള ശിക്ഷാ നടപടി ജീവപര്യന്തമാക്കി ഉയർത്തിയാണ് പുതിയ ഭേദഗതി യോഗി ആദിത്യനാഥ് സർക്കാർ അവതരിപ്പിച്ചത്. നിലവിലെ മതപരിവർത്തന നിരോധന നിയമത്തിന്റെ ഭേദഗതി നിർദ്ദേശിക്കുന്ന മതപരിവർത്തന നിരോധന ബിൽ ചൊവ്വാഴ്ച ഉത്തർപ്രദേശ് നിയമസഭയിൽ വീണ്ടും അവതരിപ്പിച്ചു. 2012 ഉത്തർപ്രദേശിൽ മതപരിവർത്തന നിയമം സർക്കാർ പാസാക്കിയത്. ഇത് പ്രകാരം 1 വർഷം മുതൽ 10 വർഷം വരെ കഠിന തടവും 50,000 രൂപ പിഴയുമാണ് നിർബന്ധിത മതപരിവർത്തനത്തിന് നിലവിലുള്ള ശിക്ഷ. BJP MLA-മാർ പുതിയ ഈ ഭേദഗതിയെ സ്വാഗതം ചെയ്തപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഈ നീക്കത്തെ രൂക്ഷമായി എതിർത്ത് രംഗത്തെത്തി. വിവാഹത്തിന് ശേഷം മതം മാറ്റുന്നതും ലവ് ജിഹാദ് അടക്കമുള്ള പരാതികൾ വ്യാപകമാണെന്ന വാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ഭേദഗതി സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണെന്നാണ് BJPയുടെ നിലപാട്. യോഗി ആദിത്യനാഥ് സർക്കാരിന്റേത് വിദ്വേഷം പരത്താനുള്ള വിഭജന നീക്കമാണെന്നാണ് സമാജ്വാദി പാർട്ടിയുടെ നിലപാട്. ലവ് ജിഹാദിനെതിരെ എന്ന പേരിൽ സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ ഒരു നിയമം നിലവിലുണ്ടെന്നും എന്നാൽ ഇപ്പോൾ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് BJPയുടെ രാഷ്ട്രീയ വിഭജന തന്ത്രമാണെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു. തിങ്കളാഴ്ചയാണ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയായ സുരേഷ് ഖന്ന സഭയിൽ നിയമവിരുദ്ധ മതപരിവർത്തന നിരോധന ഭേദഗതി ബിൽ 2024 അവതരിപ്പിച്ചത്. പുതിയ ഭേദഗതി പ്രകാരം മതപരിവർത്തന കേസുകളിൽ ഇപ്പോൾ ആർക്കും FIR രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. നേരത്തെ പരാതി നൽകാൻ മതപരിവർത്തനം ചെയ്യപ്പെട്ട സ്ത്രീയുടെയോ അവരുടെ മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ സാന്നിധ്യം ആവശ്യമായിരുന്നു. ഈ കേസുകൾ സെഷൻസ് കോടതിക്ക് താഴെയുള്ള ഒരു കോടതിയും പരിഗണിക്കില്ല. ഇതോടൊപ്പം പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് മുമ്പിലെത്താതെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ഭേദഗതി ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളെയും ജാമ്യമില്ലാ വകുപ്പിന്റെ കീഴിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2020 UP സർക്കാർ മതപരിവർത്തനം തടയുന്നതിനുള്ള ഓർഡിനൻസ് പുറപ്പെടുവിച്ചത്. സംസ്ഥാനത്തെ നിയമസഭയുടെ ഇരുസഭകളും ഈ ഓർഡിനൻസ് പാസാക്കിയതോടെ 2021 ഇത് നിയമമായി പ്രാബല്യത്തിൽ വന്നു. ഉത്തർപ്രദേശിൽ മതപരിവർത്തന നിയമം അനുസരിച്ച് സ്വമേധയാ മതപരിവർത്തനത്തിനായി വ്യക്തികൾ 2 മാസം മുമ്പ് മജിസ്ട്രേറ്റിനെ അറിയിച്ച് അനുമതി തേടണം. വിവാഹത്തിന് വേണ്ടിയുള്ള മതപരിവർത്തനമാണെങ്കിൽ അത് അസാധുവായി കണക്കാക്കപ്പെടും. വാഗ്ദാനങ്ങൾ നൽകിയോ പ്രലോഭിപ്പിച്ചോ വഞ്ചനപരമായോ വ്യാജമായോ രീതിയിലുള്ള മതപരിവർത്തനങ്ങളും ഉത്തർപ്രദേശിൽ നിയമപ്രകാരം ക്രിമിനൽ കുറ്റമായി കണക്കാക്കും.